കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഏറ്റവും നല്ല വചന പ്രഘോഷകനാണ് സാബു. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സ്വന്തക്കാരനും കൂടിയാണ്. വളരെ കൊച്ചുനാൾ തൊട്ട് ജനിച്ച് പിറന്നു വീണ നിമിഷം മുതൽ തന്നെ അദ്ദേഹത്തെ എനിക്കറിയാം. വളരെ ഏറെ മനോഹരമായി തൻ്റെ ജീവിതത്തെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരൽമായന്, അങ്ങനെയുള്ള അൽമായരെയാണ് നമുക്കിന്ന് സഭയ്ക്ക് ആവശ്യം. സാബുവിൻ്റെ പ്രസംഗം തീർച്ചയായും അങ്ങേയറ്റം ഉത്തേജകമായിരിക്കും, എല്ലാവർക്കും ചൈതന്യം നൽകുന്നതായിരിക്കും. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈശോ ദൈവമാണെന്ന് മനസ്സിലാക്കുവാനും യേശു ആരിലും വലിയവനാണെന്ന് ജീവിതത്തിൽ ഉറക്കെ പ്രഘോഷിക്കുവാനും യാതൊരു ലജ്ജയും മടിയുമില്ലാതെ നിന്റെ ജീവിതം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുവാനും ഇടവരട്ടെ. അതിനുള്ള ശക്തി, കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിൻ്റെ അഭിഷേകം നിനക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശക്തമായി നിന്നിലേക്കും നിന്റെ കുടുംബാംഗങ്ങളിലേക്കും നിന്റെ പ്രിയപ്പെട്ട മക്കളിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കിങ് ജീസസ് മിനിസ്ട്രീസ് അതിൻ്റെ ഫൗണ്ടറാണ് ബഹുമാനോട് സാബു ആർതൊട്ടിൽ ബ്രദർ. ഷാലോം ചാനലിൽ ബ്രദർ പരിചയപ്പെടുത്തിയതുപോലെ ഒരു എപ്പിസോഡ്, ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരെന്താന്നാ പറഞ്ഞേ? യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ശരിക്കും അങ്ങോട്ട് കാണുക, പ്രാർത്ഥിക്കുക. പിന്നെ ബ്രദർ പറഞ്ഞതുപോലെ കുറച്ച് ജപമാലകൾ 10 നന്മ നിറഞ്ഞ മറി ജപിച്ച് ആശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി കാഴ്ച. കർത്താവായ യേശുവിൻ്റെ ശക്തിയേറിയ നാമത്തിൽ, പരിശുദ്ധ നാമത്തിൽ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. രണ്ടായിരം വർഷം മുൻപ് ക്രൂശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ആ ഹൃദയം കുത്തിപ്പിളർക്കപ്പെട്ടു. ആ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നൊഴുകുന്ന അനന്തമായ കരുണയുടെ സ്നേഹം, അവസാനിക്കാത്ത ദൈവസ്നേഹത്തിൻ്റെ മഹാപ്രവാഹം, അസ്തമിക്കാത്ത ദൈവത്തിൻ്റെ വലിയ സ്നേഹം, കരകവിഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ സ്നേഹം
കവിഞ്ഞൊഴുകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക്, ആ സ്നേഹം നുകരുവാനായി നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. ജെറൂസലേം കർത്താവിൻ്റെ പട്ടണമാണ്. അതിൻ്റെ ഉടമസ്ഥൻ കർത്താവാണ്. അത് ലോകമല്ല, അത് ലോകത്തിൻ്റെ, ജനത്തിൻ്റെ, അഹന്തയുടെ ഭാവങ്ങളല്ല. അത് ദൈവത്തിൻ്റെ രാജ്യമാണ്. യേശുവേ, ഒന്നുകൂടെ വിളിക്കാമോ? യേശുവേ. സങ്കീർത്തനം 40-ാം അധ്യായം 7-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു നാമം, ആ നാമം ഒന്ന് വിളിച്ചു പറയാമോ? യേശു. ഉച്ചത്തിൽ നിന്ന് വിളിക്കാമോ? യേശു. യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഈ പട്ടണം ഒന്ന് കുലുങ്ങട്ടെ. കരമിട്ട് വിളിച്ചേ, യേശുവേ. ദൈവമായ കർത്താവ് ജോഷുവയോട് പറയുന്നു, ജനത്തോട് പറയുക, ആർത്തട്ടഹസിക്കുക. സാമ്പത്തിക തകർച്ചകൾ, ജോലിയില്ല, മക്കളില്ല, വിവാഹം നടക്കുന്നില്ല, വീടില്ല. ഈ തകർച്ചകളിൽ നിന്ന് യേശു നിന്നെ ഉയർത്താനായിട്ട് പോകുക. നീ ഒന്ന് ചെയ്യണം, ഈ വചനം വിശ്വസിക്കണം, വചനം അനുസരിക്കണം. ജോഷുവ ദൈവം പറഞ്ഞത് കേട്ടു, വിശ്വസിച്ചു, അനുസരിച്ചു. ജെറിക്കോ വീണു. ഏറ്റവും വലിയ ആരാധനയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ദിവ്യകാരുണ്യ ആരാധനയിൽ കേന്ദ്രീകൃതമായ ഒരു ആധ്യാത്മിക ജീവിതമാണ് നമുക്കുണ്ടാവേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മളെ ഏറെ പഠിപ്പിക്കുന്നുണ്ട്.